الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യത്തിൻ്റെ മതമായ ഇസ്ലാമിനെ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാനും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹിതമായ സുന്ദരമായ ആദർശത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സാധാരണഗതിയിൽ നമ്മുടെ ബാങ്ക് ബാലൻസിൽ ഒരത്യാവശ്യ കാര്യത്തിനൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെയായാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്രയാണ്. തുടരെ നമ്മുടെ SMS-ലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയിക്കൊണ്ടിരിക്കുന്നു, ഡെബിറ്റായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇടക്കിടക്ക് മെസ്സേജ് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇറിറ്റേഷൻ എത്രയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പണം കൊഴിഞ്ഞു പോകുമ്പോൾ നാം കാണിക്കുന്ന വ്യഗ്രത എപ്പോഴെങ്കിലും എൻ്റെ ആയുസ്സിൻ്റെ താളിൽ നിന്ന് കർമ്മങ്ങളില്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വിചാരണ നാളിൽ അല്ലാഹു തആല പരിശോധിക്കുന്നത് നമ്മുടെ അമലാണ്. അത് കുറവായതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? പടച്ചോൻ തന്ന ആയുസ് എന്ന് പറയുന്ന നമ്മുടെ സമയം, ഈ ദുനിയാവ്, ഇത് സ്വർഗത്തിലേക്കുള്ളൊരു കലവറയാക്കി മാറ്റാനുള്ള അമലിന്റെ കേന്ദ്രമാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വിലയിരുത്താറുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ആ ചെറിയ ആയത്തുകളിൽ പോലും അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, നീ ഒരു അണുമണി തൂക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കതിന്റെ നന്മ കിട്ടും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നീ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, അത് അനുഭവിക്കേണ്ടി വരും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. എന്നാൽ ഒരു മനുഷ്യൻ അവന്റെ ഈ ഒരു കർമ്മ രേഖയിലുണ്ടാകുന്ന അമലിനെ കുറിച്ച് പരിശോധിക്കാൻ ഇവിടെ യാതൊരു കാര്യങ്ങളും അവന്റെ കയ്യിലില്ല, സ്കെയിലുകളില്ല. ഇവിടെ ചെയ്യാനുള്ള അവസരമാണ് പടച്ചോൻ തന്നിരിക്കുന്നത്.
അതുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു തആല സൂറത്തുൽ ബഖറ 110-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തരും അതാണ് ചിന്തിക്കേണ്ടത്. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഖൈറായത് മുന്നൊരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ അടുത്തവൻക്ക് കാണാൻ കഴിയും, അവിടെ ഉണ്ടാകണം. അവന് രാത്രിയിലും പകലുകളിലും അവന് കിട്ടുന്ന വേദിയും അവസരങ്ങളിലും എല്ലാം അവൻ ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ്. അതിന് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങൾ അല്ലാഹു തആല നമുക്ക് ഇട്ടുതരും. ശഅബാൻ ഒരു അവസരമാണ്, റജബ് ഒരു അവസരമാണ്, റമദാൻ ഒരു അവസരമാണ്. അബൂബക്കർ അൽ ബഖലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്താണ്, ഈ റജബ് എന്ന് പറയുന്ന ഒരു മാസം വരുമ്പോ, ശഅബാൻ വരുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, റജബ് എന്നത് ഒരാൾ അയാളുടെ കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൃഷി ഇറക്കേണ്ട മാസമായിരുന്നു റജബ്. ശഅബാൻ എന്നത് ആ കൃഷിക്ക് വെള്ളം ഇറക്കി കൊടുക്കേണ്ടുന്ന മാസമാണ്, നനച്ച് പരിപാലിച്ചുകൊണ്ടണം. റമദാൻ ഷഹ്റുൽ ഹസാദ്. റമദാൻ വരുമ്പോൾ ഈ 2 മാസത്തിൽ നിന്ന് അധ്വാനിച്ചതിന്റെ വിളവെടുപ്പ് നടത്താനുള്ള ചാൻസാണ് റമദാൻ. അദ്ദേഹം ലാസ്റ്റ് ചോദിക്കുകയാണ്, റജബിൽ കൃഷി ഇറക്കാത്തവനെ, ശഅബാനിൽ നനച്ചു കൊടുക്കാത്തവനെ നിനക്കെങ്ങനെയാ റമദാനിൽ കൊയ്തെടുക്കാൻ കഴിയാ? ഇപ്പോഴും ഒരുങ്ങാത്തവരുണ്ടെങ്കിൽ ചിന്തിക്കണം. ഒരു മാസം ശഅബാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ മഹാനായ സ്വഹാബി വര്യൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഇവിടുന്ന് വിശദീകരിക്കുക. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാപ്പാന്റെ കൂടെ കൈപിടിച്ച് വന്നിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. എത്ര വയസ്സാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ 7 കൊല്ലം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറിയ കുട്ടിയാ. നബി വഫാത്താകുമ്പോൾ ഈ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 20 ആയിരുന്നു. അദ്ദേഹം നബി തങ്ങളുടെ കൂടെ ആ ചെറിയ 20 വയസ്സിന്റെ ഉള്ളിൽ ഹുനൈൻ യുദ്ധത്തിൽ വരെ പങ്കെടുത്ത സ്വഹാബിമാരുടെ കൂട്ടത്തിലുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ ഇങ്ങനെ ധാരാളം നോമ്പ് നോൽക്കുന്നത് നബി തങ്ങളുടെ ജീവിതം കണ്ടപ്പോ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സംശയം തോന്നി. അവരെങ്ങനെയാണ്? അവർ ചോദിക്കുമായിരുന്നു. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും ചോദിക്കാനും മുന്നിട്ട് വരുന്ന ശീലം അവർക്കുണ്ടായിരുന്നു. ഉസാമത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ലമ്മറക തസൂമു ശഹ്റൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിനേക്കാൾ കൂടുതൽ വേറെ ഒരു മാസത്തിലും ഇത്ര നോമ്പ് സുന്നത്തുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നബിയേ. അതെന്താ ഇത്ര പ്രത്യേകത? ഫഖാല, നബി തങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്, റജബിന്റെയും റമദാന്റെയും നടുവിലുള്ള ഒരു ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മാസം ജനങ്ങൾ അശ്രദ്ധയിൽ കടന്നു പോകും. റജബാകുമ്പോ പവിത്ര മാസമാണ്. എല്ലാവരും മക്കക്കാർക്ക് പ്രത്യേകിച്ചും യുദ്ധം നിരോധിക്കപ്പെട്ട മാസമായതുകൊണ്ടും അവർ ഭയങ്കരമായി റജബിനെ പരിഗണിക്കും. റമദാൻ എല്ലാവരും പരിഗണിക്കും. റമദാൻ പുണ്യങ്ങളുടെ മാസമാണെന്ന നിലക്ക് റമദാനിനും ഭയങ്കര പ്രത്യേകത ഉണ്ടാകും. അതിന്റെ ഇടയിൽ ഒരു മാസമാണ് ശഅബാൻ. ജനങ്ങൾ പൊതുവെ ഒരു അശ്രദ്ധയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോ എഴുന്നേറ്റു നമസ്കരിച്ചവന് പ്രത്യേക പ്രതിഫലമുണ്ട്. കാരണം എന്താ? ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാണ്. അപ്പോൾ ഇബാദത്തെടുക്കുന്നവൻ ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. ജനങ്ങളെല്ലാം അശ്രദ്ധമാകുന്ന ശഅബാനിൽ ഇബാദത്തെടുക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന് ഉറപ്പെടുത്തിയത്. വഹുവ, ആ മാസം ഷഹ്റുൻ, ആ മാസത്തിന്റെ പ്രത്യേകത, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങളുടെ വാർഷിക ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് എന്ന പോലെ ഒരു വർഷക്കാലത്തെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ശഅബാനിൽ. എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതൊക്കെ. അവസാനം പറയാ, ഫഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്താൻ, വഅന സായിമുൻ, ഞാനൊരു നോമ്പുകാരനായി ഉയർത്തപ്പെടണം. നോമ്പുകാരൻക്ക് പ്രത്യേക പരിഗണനയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാണ്, 3 കാര്യങ്ങൾ ഒറ്റ ഹദീസിൽ വന്നിട്ടുണ്ട്.
ഒന്ന്, ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രത്യേകതയായിരുന്നു. രണ്ട്, ജനങ്ങൾ ആ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്തേക്ക് ആഴ്ചയിൽ ഉയർത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴും കർമ്മങ്ങൾ ഉയർത്താണ്. അതുകൊണ്ട് ആ തിങ്കളും വ്യാഴും നോമ്പിന്റെ സുന്നത്ത് പറഞ്ഞ് എല്ലാ ദിവസവും അസറിന്റെയും ഫജറിന്റെയും സമയത്ത് മലായിക്കത്തുകൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു. കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം വർഷത്തിൽ ഒരിക്കൽ. അതാണ് ഈ ശഅബാനിന്റെ പ്രത്യേകത പറഞ്ഞത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് മാസത്ത് കഴിഞ്ഞ് ശഅബാനിലേക്ക് വരുമ്പോൾ ധാരാളം നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു. അതിന് എന്താ പഠിക്കേണ്ടത്? നോമ്പ്, സുന്നത്തായ നോമ്പുകൾ കാര്യമായി ചെയ്യാൻ ഉപയോഗിക്കേണ്ടുന്ന മാസമായിരുന്നു ഈ റമദാൻ. അല്ല, ഈ റമദാനിന്റെ മുമ്പുള്ള ശഅബാൻ. ഇതിന് കാരണം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിനെ കണ്ടിട്ടില്ല, ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ റമദാൻ, റമദാൻ പോലെ ഇത്രയേറെ ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു മാസം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫുള്ളില്ലെങ്കിലും ഭൂരിഭാഗം ദിവസവും. വമാ റഅയ്തുഹു ഫീ ശഹരിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ, റമദാനിൽ പൂർണ്ണമായിട്ട് നോമ്പെടുക്കും, ശഅബാനിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പെടുക്കും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വബയാൻ അന്ന ഖൗലഹാ കുല്ല, എല്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗാലിബ, ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ശഅബാനിൽ നമ്മൾ എന്തൊക്കെ നോമ്പാടുക്കേണ്ടത്? 13, 14, 15 നമുക്ക് നോമ്പുണ്ട്, എല്ലാ മാസമുണ്ട്. തിങ്കളും വ്യാഴവും സുന്നത്തിൽ നോമ്പുണ്ട്, എല്ലാ മാസത്തിലുണ്ട്. അതുപോലെ ഇനി മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പെടുത്താൽ, ഏതെങ്കിലും ഒരു 3 ദിവസം എടുത്താൽ അതും പിൻബലമുള്ള സുന്നത്താണ്, ഹദീസുണ്ട്. ഇനി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പോലെ ഒരു ദിവസം എടുക്കും, ഒരു ദിവസം ഓഫ്, ഒരു ദിവസം എടുക്കും, ഒരു ദിവസം ഓഫ്, അങ്ങനെ ഒന്നിടവിട്ട് നോമ്പെടുക്കൽ, അതും സുന്നത്തിലുണ്ട്. എന്നാൽ ഒരു 15 മാത്രമായി, ശഅബാൻ 15 അന്ന് മാത്രം നോമ്പെടുക്കുന്ന സമ്പ്രദായം എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലെ കുറച്ചാൾക്കാർക്ക് മാത്രമേ സംഭവം പരിചയമുള്ളൂ. സലഫുകളായ മുൻഗാമികളായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അടക്കമുള്ളവരുടെ കിതാബ് നിങ്ങളൊന്ന് തുറന്ന് വായിച്ചു നോക്ക്, അവർക്കത് കാണൂല. ഹദീസിൽ നബിതങ്ങൾ പറയുന്നുണ്ട്, 15 മുതൽ ശഅബാൻ 15 മുതൽ അവിടെ നിന്ന് തുടർച്ചയായി നോമ്പെടുക്കാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, 15 ആവട്ടെ എന്ന് കാത്തിരിക്കുക, പിന്നെ അവിടുന്ന് അങ്ങോട്ട് സുന്നത്ത് നോമ്പ് മൊത്തം എടുക്കുക. അങ്ങനെ ശഅബാനിന്റെ പകുതി പിന്നിട്ടാൽ അവിടെ മുതൽ തുടർച്ചയായി പിന്നെ നോമ്പെടുക്കരുത്, ഇടക്കിടക്കാവാൻ കുഴപ്പമില്ല. എന്നാൽ ഇതിൽ നിന്ന് മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബറാഅത്ത് രാവ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ 15 അന്ന് മാത്രം നോമ്പെടുക്കും. ബാക്കിയുള്ള ആള് മാസത്തിൽ കുറെ നോമ്പെടുത്തു. പക്ഷെ നാട്ടുകാർ പറയാൻ തരുമോ? ഓർക്കൊന്നും നോമ്പില്ല. പിന്നെ ആർക്കാ നോമ്പുള്ളത്? 15 അന്ന് നോറ്റുൾക്ക്. ആ നോമ്പോ അത് ഇസ്ലാമിൽ എവിടെ ഇല്ലേനു. അത് നാട്ടിലേക്ക് പോരിശയായി കറാമത്തുകളാക്കി അതിന്റെ മദ്ഹ് ഇങ്ങനെ പാടി പറഞ്ഞിട്ട് ബറാഅത്ത് രാവ് എന്ന് പേരും രാവും ഒക്കെ കൊടുത്ത് അന്ന് പ്രത്യേകമായ ഒരു ഒരുക്കമുണ്ട് നാട്ടിൽ. എന്നാൽ ആ വിഷയത്തിൽ ഈ പറഞ്ഞ ആളുകൾ വാദിക്കുന്ന ഹദീസുകൾ നമ്മളും കണ്ടിട്ടുണ്ട്, കാണാഞ്ഞിട്ടല്ല. ഹദീസ് ഇതാണ്, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതി എത്തിക്കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹാ, അതിന്റെ രാത്രി നിങ്ങൾ പ്രത്യേകം നിസ്കരിക്കണം. വസൂമു നഹാറഹാ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നൊരു ഹദീസ് ഉണ്ട്. ഹദീസുകൾക്ക് ആയിരക്കണക്കിന് ഹദീസുകൾ പല വിഷയത്തിലുണ്ട്. അതെങ്ങനെ പഠിക്കുക? അതിന് മാനദണ്ഡമുണ്ട്. ഇതേതൊക്കെയാണ് സ്വഹീഹായി വന്നത്, ഇതിൽ വല്ല കള്ളത്തരങ്ങളും വ്യാജങ്ങളും വന്നിട്ടുണ്ടോ എന്ന് പഠിക്കണം. അതാണ് ഹദീസ് നിദാന ശാസ്ത്രം. അതറിയുന്നവർക്കൊക്കെ അറിയും. എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം ഇതാണ്. ഇതിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അത് പഠിച്ച പണ്ഡിതന്മാരാണ് അത് ലാസ്റ്റ് രേഖപ്പെടുത്തുക. അങ്ങനെ ഈ ഹദീസ് പഠിച്ച പണ്ഡിതന്മാര് പറയുകയാണ്, ഇബ്നു മാജാ റഹിമഹുല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഹദീസ് മൗലൂആയ ഹദീസാണ്. മൗലൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച് വ്യാജമായി സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഹദീസ്. നബിയിലേക്ക് ഇത് എത്തുന്നില്ല. നബിയിലേക്ക് എത്തുമ്പോൾ സ്വഹാബത്ത് കേൾക്കും, പിന്നുള്ള ആൾക്കാർ കേൾക്കും, അങ്ങനൊന്നും കാണാനില്ല. ഒരു വ്യക്തിൻ്റെയൊക്കെ നിന്ന് കേട്ടതാണ്. ആ വ്യക്തിക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒട്ടനേകം ഹദീസുകളുടെ കൂട്ടത്തിലാ മുഹദ്ദിസീങ്ങൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടിയും ഇതേ ഹദീസ കൊണ്ടുവന്നിരിക്കുന്ന ഏതാ നിസ്കാരം? നമുക്ക് ശഅബാനല്ലേ, ധാരാളം ഇബാദത്ത് ചെയ്യാം, സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം ഹയാത്താക്കാം, ഒരു പ്രശ്നവുമില്ല.
എന്നാൽ അന്ന് 15-ന്റെ അന്ന് മാത്രം ഒരു നിസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. സുബീക്ക് പോകാത്തവനും അന്ന് പോവും, പെരുന്നാൾക്ക് പോകാത്തവന് നിസ്കരിക്കും. എന്താ നിസ്കാരത്തിന്റെ പേരെന്നെ? സ്വലാത്തുൽ അൽഫിയ, 1000 നിസ്കാരം. അതെങ്ങനെ 1000 നിസ്കരിക്കുക? 100 റക്അത്താണ്. 100 റക്അത്താണ് നിസ്കാരം. പല മഹല്ലുകളിലുണ്ട്. അതിന് ചില ഖതീബന്മാരാണ് വന്ന് നേതൃത്വം കൊടുക്കല, എല്ലാ പള്ളിയിലും ചെയ്യൂല. ചില ആൾക്കാർക്കാണ് അതിൽ ഭയങ്കര ആവേശം. ഇല്ലാത്തത് അവിടെ ഞാനാണത് കൊണ്ടുവന്നതെന്ന് ആക്കി തീർക്കാൻ മൂപ്പര് വലിയ താല്പര്യം ഉണ്ടാവും. എന്താ ഈ നിസ്കാരത്തിൽ പ്രത്യേകത? ഒരു റക്അത്തിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. 100 റക്അത്ത് കഴിയുമ്പോ 1000 ഇഖ്ലാസിന് കഴിയും. അതിനുള്ള നിസ്കാരത്തിന് പേര് സ്വലാത്തുൽ അൽഫിയ. കേൾക്കുമ്പോ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ആവേശമൊക്കെ തോന്നും. നിസ്കാരല്ലേ? എന്നാൽ അത് വിശദീകരിക്കുന്നതും ഇതുപോലെ പണ്ഡിതന്മാര് പറയണല്ലോ, സാധാരണക്കാരല്ലോ. ഇത് പഠിച്ചു മനസ്സിലാക്കിയ 2-ാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയാണ്. ഇമാം നവവിന്റെ പ്രസ്ഥാനം ഏതാ? ഇമാം നവവിന്റെ മദ്ഹബ് ഏതാ? അത് വായിച്ചു നോക്ക്. അഹ്ലുസുന്നയുടെ ആധികാരിക പണ്ഡിതന്മാരിൽ ഇമാം നവവിക്ക് ഒരു പേരുണ്ട്, അത്രക്ക് സുപരിചിതനാണ്. അദ്ദേഹം പറയാണ്, റജബ് മാസത്തിന്റെ സ്വലാത്തുർ റഗായിബ് ഇസ്ലാമിൽ ആർക്കും പരിചയമില്ലാത്തതാണ്. ശഅബാൻ മാസത്തിന്റെ വസ്വലാത്തു ലൈലത്തിൻ നിസ്ഫ ശഅബാൻ, ശഅബാനിന്റെ പകുതിയിൽ ഒരു പ്രത്യേകമായ നമസ്കാരത്തിന്റെ കഥയുണ്ട്. 100 റക്അത്തിൻ 100 റക്അത്താണ് പലയിടത്തും ജനങ്ങൾ അത് പറഞ്ഞു നടക്കുന്നത്. വഹാതാനി, ഈ 2 നിസ്കാരങ്ങളും ബിദ്അതാനി വ മുൻകറാൻ, മതത്തിലില്ലാതെ പുതുതായി കൊണ്ടുവന്നതാണ്. ഇത് വെറുക്കപ്പെട്ടതാണ്, ചെയ്യാൻ പാടില്ലാത്ത നിസ്കാരങ്ങളാണ്. നിസ്കാരല്ലേ? ഒരു ഫാത്തിഹല്ലേ? 100 ഖുൽ ഹുവല്ലാഹു അതല്ലേ? അതൊക്കെ ചെയ്യണമെങ്കിൽ ഇസ്ലാമിന് ഒരു പണ്ഡിത നിയമമുണ്ട്. നബിതങ്ങളിൽ നിന്ന് ഇതിനൊരു റിപ്പോർട്ട് വരണം, നബി പഠിപ്പിക്കണം, സ്വഹാബത്തുകൾ അത് മാതൃകയാക്കണം, ഇമാമിയങ്ങൾ ആ വിഷയത്തിൽ സാക്ഷ്യപ്പെടുത്തണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിന് ഒരു ദിവസം തീരുമാനിക്കുക. ആ ദിവസം നമ്മൾ എന്തെങ്കിലും കുറെ സുഹൃത്തുണ്ടാക്കുക, എന്തെങ്കിലും ഒരു നിസ്കാരം ഉണ്ടാക്കുക. അങ്ങനെ ഓരോരുത്തർ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാല് ഈ മതത്തിന്റെ എല്ലാ സൂക്ഷ്മതയും പൊട്ടിപ്പോകും. തോന്നുന്നവർക്കൊക്കെ തോന്നുണ്ടാക്കാൻ പറ്റും, പാടില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രത്യേകമായ ഇബാദത്ത് പഠിപ്പിച്ച കൂട്ടത്തിൽ ഇല്ലാത്തതിന് ഭയങ്കരമായ പോരിശയാകും. എന്നാ ശഅബാൻ 15-ന്റെ അന്ന് രാത്രി നിസ്കരിക്കുവോ? ഖിയാമുൽ ലൈൽ നിസ്കരിക്കുവോ? തഹജ്ജുദ് നിസ്കരിക്കുവോ? അതൊന്നും വലിയ താല്പര്യത്തോടെ ആരും കാണുന്ന പോലുമില്ല, അതാരും പറയുന്നില്ല. വേറെ ചില നാടുകളിൽ ശഅബാൻ 15 ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ആഘോഷം, ഭക്ഷണം, ചീരണി, ഒരു പ്രത്യേകതരം ഒരു ഭക്തി ഇങ്ങോട്ട് നിറച്ച് കൊണ്ടുവന്നിട്ട് ഒരു ആഘോഷം ഉണ്ടാക്കുന്ന ഇതും ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം ഇതിന് പറഞ്ഞ് ജനങ്ങൾ ഇതിലേക്ക് വരാൻ വേണ്ടി അവരുടെ മുമ്പിലേക്ക് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ഖുർആനിലെ ആയത്തെടുത്തിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. സൂറത്തു ദുഖാൻ 1-ാമത്തെ ആയത്ത്, ഹമീം വൽ കിതാബിൽ മുബീൻ. അല്ലാഹുവിന്റെ കിതാബിനെ പറ്റി പറയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട രാവിലാണ് അത് അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം അവർക്ക് ഒരു താക്കീതുകാരനാകുന്നു. ഇങ്ങനെ പറഞ്ഞ് ആ ലൈലത്തുൽ മുബാറക എന്ന അനുഗ്രഹീതമായ രാത്രിനെ കുറിച്ച് പറയും. ഈ അനുഗ്രഹീതമായ രാത്രി ബറാഅത്ത് രാവാണ് എന്നാണ് ജനങ്ങളോട് പഠിപ്പിക്കുന്നത്. ലൈലത്ത് എന്നുണ്ട്, മുബാറക്കാന്നുണ്ട്, അനുഗ്രഹീതമായ രാവ് എന്ന ആയത്തിലുണ്ട്. എന്നാൽ ഇത് പഠിപ്പിച്ച പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹിയ, ആ രാത്രി ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റാണ്, അനുഗ്രഹീതമായ രാവെന്ന് വിശേഷിപ്പിച്ച ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി ഇത് ലൈലത്തുൽ ഖദ്റാണ്. എവിടെയാ പറഞ്ഞത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖുർആനിലാണ് പറഞ്ഞത്. വകാന ദാലിക ഫീ ശഹ്രി റമളാൻ, അതൊരിക്കലും ശഅബാനിൽ വരൂല, അത് റമളാൻ മാസത്തിലാണ്. ആരാ പറഞ്ഞത്? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കാൻ തടസ്സമുണ്ടോ നമുക്ക്? അല്ല, സൽഫുസ് സ്വാലിഹീങ്ങളായ കിതാബ് തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യനായി നമ്മളൊക്കെ അവലംബിക്കാറുള്ള തഫ്സീറിലാ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന രാത്രിയെ ചില മനുഷ്യന്മാർ ശഅബാൻ 15-ന്റെ അന്നാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്.
അവരെ പറ്റിയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആ കിതാബിൽ എഴുതി വെച്ചു, വമൻ ഖാല, ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണ്, ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാനിന്റെ പകുതിയിലാണെന്ന് പറഞ്ഞാൽ ഫഖദ് അബ്അദൻ നജ്അത, അവൻ സത്യത്തിൽ നിന്ന് ഒരുപാട് വിദൂരതയിലാണ്. കുട്ടികൾക്കറിയാം ലൈലത്തുൽ മുബാറക എന്ന അനുഗ്രഹീത രാത്രി ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദറിന്റെ പോലീസുള്ള ഒരു രാവും ലോകത്തില്ല. ഖുർആൻ അവതീർണമായ രാവ് അത് ലൈലത്തുൽ, അത് റമദാനിലാണ്. ആരെങ്കിലും ഇത് പറഞ്ഞ് ശഅബാനിലാണെന്ന് പറഞ്ഞു നടന്നാൽ അവൻ സത്യത്തിൽ നിന്ന് വിദൂരത്താണ്. ഫഇന്ന നസ്സൽ ഖുർആനി അന്നഹാ ഫീ റമദാൻ, അത് റമദാനിലാണെന്ന് ഖുർആനിൽ പണ്ഡിതോചിതമായി നമുക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കാമുള്ള തെളിവ് ഖുർആനിലുണ്ട്. ഈ ഖുത്ബ കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്കും ധൈര്യമായിട്ട് അങ്ങാടി പോയിട്ട് പറയാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്താ പറഞ്ഞു കൊടുത്ത്. ഇനി ഉലമാക്കന്മാര് പറയാണ്, ഇത് ഇങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുമ്പോഴും ലൈലത്തുൽ മുബാറക്കാണ്, അത് രാത്രിയാണ്, എല്ലാം തീരുമാനിക്കപ്പെടുന്ന, നമ്മുടെ റിസ്ക് തീരുമാനിക്കുന്ന, നമ്മുടെ ആയുസ് തീരുമാനിക്കുന്ന രാത്രിയാണ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാണ് രാത്രി ഉറക്കമൊഴിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് പിന്നെയും വിശദീകരിച്ച് പറയാണ്, ഇത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന, റിസ്ക് തീരുമാനിക്കുന്ന, ആയുസ് തീരുമാനിക്കുന്ന രാത്രിയല്ല. അതേതാണ്? ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാറുള്ളത്. എല്ലതും ഇതുമൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ഫിറ്റാക്കി കൊടുക്കുക. അതുകൊണ്ട് സാധാരണക്കാരായി നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നത് കൂലി കിട്ടാനാണ്, അള്ളാന്റെ ഒക്കെ പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് അള്ളാന്റെ ദീനിൽ ഒരു മാതൃക മുൻപ് ഉണ്ടായിട്ടുണ്ടാവണം. നമ്മുടെ നാട്ടിലത്തെ ഖതീബ് തീരുമാനിച്ച പോരാ, ദീനിൽ അത് ഉണ്ടാവണം. അതിനു പുറമെ പല നാടുകളിലും കാണാൻ സാധിക്കും പ്രത്യേകമായി ഖബർ സിയാറത്ത്. അതുവരെ പോകാത്തോനെ അന്നൊരു പ്രത്യേകമായ ഖബർ സിയാറത്ത് നടത്തുന്നവർ. ചില സ്ഥലങ്ങളിൽ സിയാറത്ത് ടൂറുകൾ ശഅബാൻ 15 പലയിടത്തും ബോർഡുകൾ വന്നിട്ടുണ്ട്. അമീറിന്റെ നേതൃത്വത്തിൽ ശഅബാൻ 15 വാഹനം പുറപ്പെടുന്നു, ഇന്ന സ്ഥലങ്ങളിലേക്ക് സിയാറത്ത് ടൂറ്. സാധുക്കളെ ചൂഷണം ചെയ്യുക, സാധുക്കളുടെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഭക്തിനെ ആ ദിവസം വെച്ചിട്ട് പിഴിയാൻ വേണ്ടി ശ്രമിക്കുക. ബറാഅത്ത് രാവിന്റെ പേര് പറഞ്ഞ് നല്ല ചീരണിയും ഭക്ഷണങ്ങളും അത് പിന്നെ എല്ലാത്തിലും ഉള്ളതാണ്. അത് ഒഴിവാക്കിയിട്ടൊരാണ്ടില്ല, അതൊഴിവാക്കിയിട്ടൊരു ഉറൂസില്ല, അതൊഴിവാക്കിയിട്ടൊരു മൗലൂദില്ല. അതുകൊണ്ട് അത് ഇതിലും വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ സൂറത്തു യാസീനിന്റെ പാരായണം എന്തോ ഒരു പ്രത്യേകത ആ ദിവസത്തിലുണ്ടെന്ന് പറഞ്ഞ് 3 യാസീൻ ഓതിപ്പിക്കുന്ന എത്രയോ മനുഷ്യന്മാര് സാധുക്കൾ ഇപ്പോഴുമുണ്ട്. യാസീൻ ഓതുന്നത് പുണ്യമല്ല എന്നൊരിക്കലും നമ്മൾ പറയരുത്. യാസീൻ എന്നല്ല, റഹ്മാൻ എന്നല്ല, വാഖിഅയായാലും മുൽക്കായാലും അതിന് ഇസ്ലാമിന്റെ പ്രവാചകൻ ഒരു സന്ദേശം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശഅബാനിന്റെ ഒന്നാമത്തെ ഒരു 10 അല്ലെങ്കിൽ ആദ്യത്തിൽ ഒരു യാസീൻ, അതുപോലെ തന്നെ പിന്നെ ഒരു യാസീൻ, അങ്ങനെ 3 യാസീൻ ഒരു ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി ദീർഘായുസ്സിന്, ഉപജീവനത്തിന്, വിശാലതക്ക്, മരണം നന്നാകാന് അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല. ഏത് സൂറത്തും എത്ര വേണമെങ്കിലും ഒരാൾക്ക് ഓതാം. പിന്നെ ഇതെല്ലാം ഓതിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലാത്ത ദിക്റുകൾ എണ്ണം വെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞു വെച്ച ആയത്തില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന സൂറത്ത് ദുഖാൻ, ഈ സൂറത്തിൽ ആ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഓതിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് 3 തവണ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പലതും കൊണ്ടുവരികയാണ്. സാധാരണക്കാരെന്ത് ചെയ്യും? നമ്മൾ ഇതെന്താ പറയുന്നത്? നോമ്പ് നോൽക്കണ്ടെന്നാണോ, നിസ്കരിക്കണ്ടെന്നാണോ? അല്ല, ഇല്ലാത്തതാവരുത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടെ പറയാണ്, ഖാല അലി ഇബ്നു അബീ തുൽഹ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഖൗലുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അൽ ഇസ്ലാം, ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അതിന്റെ പ്രത്യേകത എന്താ? അഖ്ബറല്ലാഹു നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീന അന്നഹു അക്മല ലഹുമുൽ ഈമാന, അവർക്ക് ഈമാൻ പൂർത്തിയാകുന്നത് ഈ ഇസ്ലാമിലൂടെയാണ്. ഫലാ യഹ്താജൂന ഇലാ സിയാദത്തിൻ അബദ, അതിലേക്ക് ഒന്നും പുതുതായി വർദ്ധിപ്പിക്കാൻ പാടില്ല. 5 നേരത്തെ നിസ്കാരം 6 ആക്കാൻ പറ്റൂല, 30 ദിവസത്തെ നോമ്പ് 31 ദിവസം ആക്കാൻ പറ്റൂല. ഈ ഇസ്ലാമിലെ ഒരു കാര്യത്തിലും അധികം വെക്കാൻ പാടില്ല. അല്ലാഹു പൂർത്തിയാക്കി കംപ്ലീറ്റ് ആക്കി തന്നതാണ്. അത് ചുരുക്കാനും പാടില്ല.
ഉണ്ട് എന്ന് പറഞ്ഞതിനെ ചുരുക്കി ഒഴിവാക്കാനും പാടില്ല, അതിലുള്ളത് കുറക്കാൻ പാടില്ല. വഖദ് റളിയഹുല്ലാഹ്, അല്ലാഹ് തൃപ്തിപ്പെട്ട ദീനാണ് ഇത്. ഫലാ യസ്ഖതുഹു അബദാ, അതിനോട് ഒരിക്കലും അല്ലാഹ് കോപിച്ചിട്ടുമില്ല. അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളതാണ് ഈ ദീന്. അതുകൊണ്ട് ഇതിലേക്ക് ഇല്ലാത്തത് ചേർത്തിട്ട് ഇതിനെ നശിപ്പിക്കരുത്. അതിന്റെ പരിപൂർണമായ ബിദ്അത്തുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ശഅബാനിന്റെ പകുതിയിലേക്ക് നമ്മൾ എത്തിപ്പോകുമ്പോൾ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച്, സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് നഷ്ടപ്പെട്ട റമദാനിലെ കഴിഞ്ഞ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹയാത്താക്കി അത് പെട്ടെന്ന് വീട്ടാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. വിശ്വാസികളായ ഏതൊരു മനുഷ്യനും സാധാരണക്കാരായ ഏതൊരാളും പ്രധാനമായി 4 കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അധികമായി സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷഹ്റുൽ ഖുർആഇ, ഖാരിഈങ്ങളുടെ മാസമാണ്. നന്നായി ഖുർആൻ ഓതാൻ വേണ്ടി ഈ മാസത്തിലും ശ്രദ്ധിക്കുക, ശഅബാനിലും. 3-ാമത്തേത് മനസ്സൊന്ന് ശുദ്ധിയാക്കുക, പാപങ്ങളിൽ നിന്ന് കറകളയാൻ വേണ്ടി മനസ്സിനെ എല്ലാവിധ തിന്മകളിൽ നിന്നും മലീമസമാകുന്ന അവസ്ഥയിൽ നിന്ന് മാറി തൗബ ചെയ്ത് ഒരു നല്ല മനസ്സിന്റെ, നല്ല ജീവിതത്തിന്റെ, തസ്കിയത്തിന്റെ ഉടമയായി മാറാൻ ഈ മാസം തന്നെ ഒന്ന് സജ്ജരാവുക. 4, നഷ്ടപ്പെട്ട നോമ്പുകൾ ആർക്കെങ്കിലും രോഗികളായവരോ അതല്ലെങ്കിൽ മറ്റു യാത്രയോ മറ്റോ ആയി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് വീട്ടി ഈ ഒരു ഇബാദത്തിന്റെ സമയത്തിലേക്ക് കൃത്യമായി കൊണ്ട് വന്നെത്താൻ നമ്മൾ ഓരോരുത്തരും ഈ സമയത്തൊന്ന് ജാഗരൂകരാവുക. ദീനിലില്ലാത്തത് വെച്ചുകൊണ്ട് അമിതമായി കൊണ്ട് നമ്മുടെ നാശം വിളിച്ചു വരുത്തരുത്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തുകൾ നരകത്തേക്ക് കൊണ്ടുപോവുക. സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യം പിന്നീട് നമ്മുടെ നരകത്തിന്റെ കാരണമായി മാറാതിരിക്കാൻ വളരെ ആത്മാർത്ഥമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ റബ്ബിനെ പിൻപറ്റിക്കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വരിക. അള്ളാഹു നമ്മെ എല്ലാം വരും നാളുകളിലേക്ക് ഭക്തി പുരസ്സരം എത്തിപ്പെടാനും കൂടുതൽ സജ്ജരാകുവാനും മറ്റെല്ലാ ദുനിയാവിന്റെ തിരക്കുകളൊക്കെ ഒന്ന് പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് അല്പമൊന്ന ഇബാദത്തുകളിലേക്ക് ചുരുങ്ങാനും അള്ളാഹു നമുക്കെല്ലാം അതിന്റെ മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ചിലപ്പോഴെങ്കിലും ചില സ്ഥലങ്ങളോട് പ്രത്യേകമായി ഇഷ്ടമുണ്ടാകാറുണ്ട്. ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും പറയാൻ ആഗ്രഹിക്കാം. നമ്മുടെ പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടേക്കാണ് എന്നും പോകാൻ ആഗ്രഹിക്കേണ്ടത്. നാം ഇരിക്കുന്ന ഈ സ്ഥലം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. അങ്ങാടിയിൽ നിന്ന് മണിക്കൂറുകൾ സമയം ചെലവഴിക്കാൻ ബോറടിയില്ല നമുക്ക്. പള്ളിയിൽ ഒന്ന് നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു പ്രയാസം, ഇറങ്ങി നമ്മൾ ഓടിക്കളയും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയോട് നമ്മുടെ സമീപനം എന്താണ്? പള്ളിയിലേക്ക് നടന്നു വരുന്നതും പള്ളിയിലേക്ക് അവിടെ എത്തിപ്പെടുന്നതും സമയം ചെലവഴിക്കുന്നതൊക്കെ ഒരു മനസ്സിനൊരു കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യണ്ടേ നമുക്ക്? നമ്മൾ അള്ളാഹുവിനെ ശരിക്കും ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടമറിയുന്നവരായി മാറണം നമ്മൾ. ആ പള്ളിക്കൊരു പ്രധാന ദൗത്യമുണ്ട്. ഈ അടുത്തൊരുപാട് പള്ളികളുടെ ഉദ്ഘാടനത്തിന് അൽഹംദുലില്ലാഹ് സാക്ഷിയാകാനും സഹകരിക്കാനും ഒക്കെ സാധിച്ചു. അവിടെ എല്ലാം ആളുകൾ ചോദിക്കും, എന്തിനാ അത്രത്തോനെ പള്ളികൾ? നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നിന്ന് പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഖുതുബിയ്യത്ത് ചൊല്ലി തുടങ്ങുന്ന പള്ളികളുണ്ട്. 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന പള്ളികളുണ്ട്. റമദാൻ 17 അന്ന് ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്യുന്ന പള്ളികളുണ്ട്. റബീഉൽ അവ്വലിൽ ലബിതങ്ങളെ നേരിട്ട് വിളിച്ച് സങ്കടം പറയുന്ന, പാപം പൊറുക്കാൻ ചോദിക്കുന്ന പള്ളികളുണ്ട്.
ഒരു പള്ളിന്റെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യം എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതിനൊരു പള്ളി വേണം. അതിനാണ് തൗഹീദിന്റെ പള്ളികൾ സ്ഥാപിക്കുന്നതിന്റെ കാര്യമതാ. അതെത്ര ചെറുതായാലും എത്ര വലുതായാലും ഒരു പള്ളി നിർമ്മിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഒറ്റക്കൊരു പള്ളി നിർമ്മിക്കാൻ പറ്റുമോ? ഭൂമിയിൽ എവിടെങ്കിലും ഒരു പള്ളി ഭയങ്കര ലാഭമുള്ള കാര്യ. നമ്മൾ എത്ര ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്തു, നമ്മുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര മാളുകൾ തുടങ്ങി വെച്ചു, പുതിയ ഷോപ്പുകൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മൻബനാ മസ്ജിദൻ ലില്ലാ, ആരെങ്കിലും അല്ലാഹുക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കമഫ്ഹസി ഖതാത്തിൻ ഔ അസ്ഗർ, ഒരു പക്ഷിക്കൂടോളം വലുപ്പത്തിലോ ഇതിനേക്കാൾ ചെറുതോ ആയ, ചെറുത് പറയാണ്, ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ഒരു 10 ആള് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വലിയ വീടുണ്ടാക്കി തരും. പള്ളി നിർമ്മിക്കുന്നത് പോലും വമ്പിച്ച പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തിയത്. അല്ലാഹു നാളെ പരലോക കോടതിയിൽ ആർക്കും പ്രത്യേകമായി തണലിട്ട് കൊടുക്കാൻ നിർദ്ദേശം പറഞ്ഞ കൂട്ടത്തിൽ എല്ലാവർക്കും തണൽ വാരിക്കോരി കൊടുക്കൂല. 7 വിഭാഗം ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഇവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേക തണലുണ്ടാകും. അതിലൊരാൾ വറജുലുൻ, ഒരാളുണ്ട്, ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദി, പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയാണ്. പള്ളി പോവുക, വൃത്തിയാക്കുക, അവിടെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവിടെ ക്ലീൻ ആക്കി കൊടുക്കുക. പള്ളിയോടൊരു ഹൃദയത്തിനൊരു വല്ലാത്ത ബന്ധം സ്ഥാപിക്കുന്നവൻ ആരാണോ അവനോട് അള്ളാഹ്ക്ക് വല്ലാത്തൊരു ബന്ധമാണ്. പരലോകത്ത് അവന് പ്രത്യേക പരിഗണനയാണ്. ആ പള്ളിയിലേക്ക് വരുന്നവരും നല്ല അദബിലാവണം. സാധാരണ ഒരു സ്ഥലത്ത് പോയിരിക്കുന്ന ഒരു കെട്ടിടമായി തോന്നാൻ പാടില്ല. മന്നക്കല സൂമ, ആരെങ്കിലും വെളുത്തുള്ളി തിന്നാൽ, വൽ ബസല, വലിയ ഉള്ളി തിന്നാൽ, വൽ ഖുറാസ, അറബികൾ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഖുറാസ്, അത് തിന്നാൽ ദുർഗന്ധം ഉണ്ടാവും. ആമീൻ പറയുമ്പോ അതിന്റെ മണ വരിക. അങ്ങനെ വന്നാൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, അവര് നമ്മുടെ പള്ളിയെ സമീപിക്കരുത്, ദുർഗന്ധം ഉണ്ടാക്കും. നമ്മൾ പള്ളിക്ക് വരുമ്പോ നല്ല ഗന്ധത്തിലാ വരേണ്ടത്. സിഗരറ്റ് വലിച്ചിട്ട് അവിടെ ഹൗദിന്റെ മൂലക്കെ എത്തുമ്പോ കാലിലിട്ട് ചവിട്ടിയിട്ട് നേരെ വന്ന് പള്ളിയിലേക്ക് വന്ന് ഒരു സലാം അങ്ങ് പറയുമ്പോ വരുന്നത് മുഴുവൻ ഒരു ദുർഗന്ധമാണ്. എന്നും ഒഴിവാക്കേണ്ട ശീലല്ലേ? പള്ളിയിൽ വരുമ്പോഴും ദുർഗന്ധം കൊണ്ടാ വരുന്നത്. അതുപോലെ തന്നെ നാറിത്തുടുത്തി, അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത അവസ്ഥയിൽ ആകെ ജനങ്ങൾക്ക് ശല്യമാകുന്ന വേഷത്തിലായി വരുന്നവരൊന്ന് സൂക്ഷിച്ചോളൂ. ഹദീസാ പറയുന്നത്. എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്? ഫഇന്നൽ മലായിക, മലായികത്തുകളുണ്ട് പള്ളിയിൽ. യതഅദ്ദാ മിൻഹു ബനു ആദം, ആദം സന്താനങ്ങൾക്ക് ആ ദുർഗന്ധം എത്ര പ്രയാസം ഉണ്ടാക്കോ അതിനേക്കാൾ പ്രയാസം ആ മലായികത്തുകൾക്കുണ്ടാക്കും. പള്ളി നല്ല സുഗന്ധാവസ്ഥയിലേക്ക് വരണം. നമ്മുടെ വീടുകൾ റമദാന് വന്നപ്പോ നമ്മളൊന്ന് അലങ്കരിച്ച് ഉഷാറാക്കി, ഒന്ന് പെയിന്റൊക്കെ അടിച്ചു, ഒന്ന് ക്ലീൻ ആക്കി, പൊടിയൊക്കെ തട്ടി, അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി, പൊടിയൊക്കെ മേടിച്ച് വൃത്തിയാക്കി കൊടുത്ത് എല്ലാം നിറച്ചു വെച്ചു. എത്ര ഒരുക്കാ വീട്ടില്, നനച്ചോളിയൊക്കെ ഉഷാറാക്കി നടക്കുക. അള്ളാന്റെ പള്ളി ആരാ വൃത്തിയാക്കുക? അതിന് ആകാശത്തുനിന്ന് മലക്കുകൾ ഇറങ്ങി വരുമോ? അതിന് ഏതെങ്കിലും വേറെ നാട്ടുകാരെ നമ്മുടെ പള്ളിക്ക് വരൂ? നമ്മളാണ് അതിന്റെ ദൗത്യം. അവിടെ ഇബാദത്ത് ചെയ്യുന്നവൻ ആരോ ആകട്ടെ, കമ്മിറ്റി ആവണമെന്നില്ല. ഈ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നവനും ബാധ്യതയുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ കഴുകണം. ഞാൻ എന്നും ഒരു കച്ചവടക്കാരനായി പോയാ പോരാ, ഞാനും എന്നും ഒരു ഷോപ്പിന്റെ ഉടമയായി മാറിയാ പോരാ, ഞാൻ ഈ പള്ളിന്റെ ആളാകണം എന്ന സ്വയം ഒരു മനസ്സിൽ. എന്താണ് ചെയ്യേണ്ടത്? പള്ളി വൃത്തിയാക്കുന്നിടത്ത് നമ്മൾ ഉണ്ടാവണം. ഈ പള്ളി ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്യൽ അത്യാവശ്യമാണ്. വീട് ശ്രദ്ധിക്കുന്ന പോലെ ചില പെയിന്റിംഗ് വർക്കുകൾ നമുക്കുണ്ട്, ഇന്റർലോക്ക് ഒന്ന് വൃത്തിയാക്കാനുണ്ട്, ഇലക്ട്രിക്കൽ വർക്കുകളുണ്ട്, അത്യാവശ്യം വേണ്ടുന്ന ചില മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട്. കമ്മിറ്റിക്കാർ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കൂടെ 1 ലക്ഷം രൂപ തന്നാൽ ഇബാദത്ത് ചെയ്ത് റമദാനിൽ പള്ളി ഒന്ന് നമുക്ക് സജീവമാക്കാം. എന്താ പ്രശ്നം? ഇന്ന് നമ്മൾ വിചാരിച്ചാൽ, ഞാൻ ഈ നാട്ടുകാർ അറിയണുള്ളതുകൊണ്ട് പറയാം, ഇന്നിപ്പോ ഈ സമയം വിചാരിച്ചാൽ ആ സംഖ്യ ഇപ്പൊ ഇവിടെ നടക്കും. പക്ഷെ മനസ്സൊന്ന് തോന്നണം, ഇത് അള്ളാന്റെ പള്ളിയാണ്, ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് എന്ന ബോധ്യത്തോടെ നമ്മൾ എല്ലാവരും ചോദിച്ച് നമ്മുടെ പിന്നാലെ ഇങ്ങനെ ടിക്ക് മാർക്കിട്ട് നടക്കണ്ടെന്ന അവസ്ഥ ഒഴിവാക്കിയിട്ട് ഓഫർ ചെയ്യുക.
കഴിയുന്നവരൊക്കെ ഇതിന് പിന്നിൽ നമ്മൾ, നമ്മുടെ വാപ്പ മകൻ, അങ്ങനെ ഓരോരുത്തരെ ലിസ്റ്റ് ഇട്ടിട്ട് ഫസ്റ്റ് റമദാനിന്റെ ഒരു തുടക്കം കുറിക്കുന്ന രൂപത്തിൽ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പള്ളികളോടൊരു മഹബത്ത്, ഒരു പിരിശും, ഒരു സ്നേഹം, ഒരു പ്രത്യേകമായ ഇഷ്ടം തോന്നിക്കുന്ന ജീവിതം പടച്ചറപ്പ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വരാനും അവിടെ സമയം ചെലവഴിക്കാനും അവിടെ ഇരുന്ന് മനസ്സിന്റെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് കറകളഞ്ഞ് പുറത്തിറങ്ങാനും പടച്ചറപ്പ് നമുക്ക് മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് വിശാലമായ ആ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവും താക്കത്തും ഈമാനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും മരണപ്പെട്ടു പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരുടെ പലരും മാതാക്കളും പിതാക്കളും ഒക്കെ മരണപ്പെട്ടവർ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. പാപങ്ങളെല്ലാം പുറത്ത് മാപ്പ് നൽകണം റഹ്മാനെ. രോഗികളായ ഒട്ടനേകം ആളുകൾ പള്ളിയിൽ വരാൻ, ജുമാക്ക് വരാൻ വരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലെ കിടപ്പിലായവരൊക്കെ നമ്മുടെ മഹല്ലിൽ പ്രദേശത്തൊക്കെയുണ്ട്. അള്ളാഹുവേ, സമ്പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. അവരെ പരിചരിക്കുന്നവർക്കെല്ലാം വമ്പിച്ച ക്ഷമയും പ്രതിഫലവും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. പരലോകത്ത് നരകത്തിന്റെ അഗ്നിയിൽ കിടന്ന് വെന്തെരിയുന്ന വിറകുകളായി ഞങ്ങളെ നീ മാറ്റല്ല റഹ്മാനെ. അള്ളാഹുവേ, സ്വർഗത്തിന്റെ അഹലുകാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരുടെ മേഖലകളിൽ ഖൈർ നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا صيامنا وقيامنا وتلاوة القرآننا وصدقاتنا يا رب العالمين. وصلى الله على نبينا محمد والحمد لله رب العالمين.